നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണ് സ്പോട്ട് ലൈവ്. രാജ്യത്തെ നടുക്കിയ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. CBIയുടെ പ്രാഥമിക കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വിധി. വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, എന്തൊക്കെയാണ് ഈ വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? ശിക്ഷാവിധി എന്നായിരിക്കും? ടോം, രാജ്യത്തെ നടുക്കിയ ആർജിക്കർ ബലാത്സംഗ കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. സിയാൽദ കോടതി ജഡ്ജി അനിർബൻ ദാസ് ആണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിക്കുള്ള ശിക്ഷ എന്ന് തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും CBIയുടെ വാദങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് കോടതിയിലേക്ക് വരുന്ന വഴിയിലും സഞ്ജയ് റോയ് ആവർത്തിച്ച കാര്യം താൻ കുറ്റക്കാരനല്ല, തന്നെ ഈ കേസിൽ കുടുക്കിയതാണെന്ന വാദമാണ് ഉന്നയിച്ചത്. യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്തുണ്ട് എന്നുകൂടി വാദിച്ചിരിക്കുന്നത്. ഏതായാലും CBIയെ സംബന്ധിച്ച് CBI ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വാദിച്ചത്. പ്രത്യേകിച്ച് DNA പരിശോധനാ ഫലം, ഒപ്പം തന്നെ ആന്തരിക പരിശോധനാ ഫലം, ഇതെല്ലാം ഈ വാദത്തിനിടെ CBI ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ചില നിർണായക തെളിവുകളും CBI വാദത്തിനിടെ ഉന്നയിച്ചിരുന്നു. അതിലൊന്ന്, ഈ പെൺകുട്ടിയുമായി മൽപ്പിടുത്തമുണ്ടായി 5 മുറിവുകൾ ഇത്തരത്തിൽ സഞ്ജയ് റോയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇത് വാദത്തിൽ CBI ആവർത്തിച്ച് ഉന്നയിച്ചു. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് മുടി കണ്ടെത്തിയിരുന്നു. ഇതും ഒരു തെളിവായി CBI ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് CBI ഈ കേസ് വാദിച്ചത്. അതാണിപ്പോൾ കോടതി, ഏതായാലും CBIയുടെ വാദങ്ങളാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഈ കേസിലെ ഏക പ്രതിയാണ് സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ സിയാൽദ കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഇയാൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. CBI ഈ വാദത്തിനിടെ ആവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഈ ആർജിക്കർ ബലാത്സംഗ കൊലപാതകം. അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണമെന്നൊരു ആവശ്യമായിരിക്കും സ്വാഭാവികമായും മുന്നോട്ട് വെക്കുക. തിങ്കളാഴ്ച സ്വാഭാവികമായും ഈ രണ്ട് കൂട്ടരുടെയും വാദം നടക്കും. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നായിരിക്കും സ്വാഭാവികമായും സഞ്ജയ് റോയുടെ അഭിഭാഷകന്റെ വാദം. അങ്ങനെയെങ്കിൽ വധശിക്ഷ പാടില്ല എന്നൊരു നിലപാടിലേക്ക് അവർ ഉന്നയിക്കുകയും ചെയ്യും. കാരണം ഇന്നും ആവർത്തിച്ച് ഇപ്പോൾ സഞ്ജയ് റോയ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കുടുംബം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ കുടുംബത്തിന് അന്വേഷണത്തോട്, പ്രത്യേകിച്ച് CBI അന്വേഷണത്തോട് പോലും പലപ്പോഴും അവർക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം കുടുംബം ആദ്യം മുതൽ ഈ വിഷയത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് പ്രതി ഒറ്റയ്ക്കല്ല, മറിച്ച് ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാണ് എന്നുള്ളതായിരുന്നു. കുടുംബം ഇന്ന് ഏതായാലും രാവിലെ പ്രതികരിച്ചത് വിധി വരട്ടെ എന്നുള്ളതായിരുന്നു. ഇനി ശിക്ഷാവിധിക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ കുടുംബം ഒരു തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും CBIയെ സംബന്ധിച്ച് ആശ്വാസകരമാണെന്നുണ്ടായിരിക്കുന്ന വിധി, പ്രത്യേകിച്ച് കുറ്റക്കാരനാണ് സഞ്ജയ് റോയ് എന്നിപ്പോൾ സിയാൽദ കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ടോം, തീർച്ചയായും രാകേഷ്, എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് CBI ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കോടതിയിൽ. കാരണം നമുക്കറിയാം, രാജ്യത്ത് നടുക്കിയൊരു കൊലപാതകമാണ്, മാതൃകാപരമായ ശിക്ഷ ഈ കേസിൽ വേണ്ടതാണ്. ഈ കുടുംബം ഇതിനോട് ഈ വിധിക്ക് ശേഷം കുടുംബത്തിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? നിലവിൽ കുടുംബത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ കുടുംബം സ്വാഭാവികമായി ശിക്ഷാവിധിക്ക് വേണ്ടി കാത്തിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CBI ഈ കേസിന്റെ വാദത്തിനിടെ ഉന്നയിച്ചിരുന്ന കാര്യം തന്നെയാണ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, ഇത് പരിഗണിക്കണം എന്നൊരാവശ്യം CBI ഉന്നയിക്കും. സ്വാഭാവികമായും തിങ്കളാഴ്ച വാദത്തിന് ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. അന്നും അവർ നേരത്തെ വാദത്തിനിടയിൽ 66 ദിവസമാണ് ഈ കേസിന്റെ വാദം നടന്നിട്ടുള്ളത്. അന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോഴും CBI അക്കാര്യം തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കുക. ഏതായാലും നിലവിൽ കുടുംബം ഈ വിധിയിൽ തൃപ്തരാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കുടുംബത്തിന്റെ ആശങ്ക, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പരാതി എന്ന് പറയുന്നത് ഇയാൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. കാരണം സഞ്ജയ് റോയ് കുറ്റക്കാരനല്ല എന്നൊരു ഘട്ടത്തിലും കുടുംബം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നൊരു വാദം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം ഇനി ഏത് നിലയിൽ പ്രതികരിക്കുമെന്നുള്ളത് പക്ഷേ തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അവരുടെ നീക്കങ്ങൾ വ്യക്തമാകുക. ഏതായാലും രാജ്യത്തെ തന്നെ നടുക്കിയ, രാജ്യത്ത് വലിയ സമരങ്ങൾക്ക്, ഡോക്ടർമാരുടെ അടക്കം സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സംഭവമാണ് ആർജിക്കർ ബലാത്സംഗ കൊലപാതകം. കാരണം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് അത് ഇടവരുത്തിയിരുന്നു. കേരളത്തിലടക്കം ഡോക്ടർമാർ പണിമുടക്കിയിരുന്നു ഈ വിഷയത്തിൽ. അത്തരത്തിൽ വലിയ തോതിലുള്ള
ജനരോഷമുണ്ടാക്കിയ സംഭവമാണ് ആർജിക്കർ കൊലപാതകം. അത് വലിയ തോതിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക്, ആശുപത്രികളിലെ മാർഗനിർദ്ദേശങ്ങൾക്കൊക്കെ ഇടവരുത്തുകയും ചെയ്തിരുന്നു. കാരണം സുപ്രീം കോടതി തന്നെയാണ് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണം, മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് തുടർന്നാണ് ആശുപത്രികളിൽ വിശ്രമമുറി, ഒപ്പം തന്നെ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കൽ തുടങ്ങിയ നടപടികളിലേക്ക് അധികൃതർ, സർക്കാരുകൾ കടന്ന്, പ്രത്യേകിച്ച് ബംഗാൾ സർക്കാർ തന്നെ കടക്കുകയും ചെയ്തു. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ മമതാ ബാനർജിക്ക് അവരുടെ ഭരണനാളുകളിൽ, പ്രത്യേകിച്ച് 2011 മമതാ ബാനർജി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ മമതാ ബാനർജി നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം അല്ലെങ്കിൽ പ്രതിരോധത്തിലായ സംഭവം കൂടിയായിരുന്നു ആർജിക്കർ കൊലപാതകം. മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് പലപ്പോഴും വിളിച്ചപ്പോഴും ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സമരക്കാർ തയ്യാറായില്ല. ചർച്ച ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമരക്കാരെ കാണുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു ആർജിക്കർ കൊലപാതകം. ആ കേസിലാണ് ഇപ്പോൾ ഏതായാലും നിർണായകമായ വിധി വന്നിരിക്കുന്നത്. കുറ്റക്കാരനാണ് പ്രതി സഞ്ജയ് റോയ്, കുറ്റക്കാരനാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ടോം. രാകേഷ്, നിലവിലെ CBIയുടെ കണ്ടെത്തൽ ഈ സഞ്ജയ് റോയ് മാത്രമാണ് ഈ കേസിലെ പ്രതിയൊന്നായിരുന്നല്ലോ. എന്നാൽ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അന്വേഷണം വൈകിപ്പിച്ചതിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അഭിജിത്ത് എന്നിവരെ CBI നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. പിന്നീട് കുറ്റപത്രത്തിലൊന്നും ഇവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ അങ്ങനെ ഈ പ്രതികളല്ല, ഇവർ ഈ കേസ്, ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനൊക്കെ CBI അറസ്റ്റ് ചെയ്ത ഈ ഉന്നതരായിട്ടുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ടാണോ ഈ ഡോക്ടറുടെ, വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെ ആരോപണം? ടോം, പുതുതായി കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ജഡ്ജി വിധി പറയുന്നതിനിടെ, വിധി പറയുന്നതിനിടെ ചില സൂചനകൾ, ശിക്ഷ സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയ കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് 25 വർഷം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിച്ചേക്കാം എന്ന സൂചന ജഡ്ജി നൽകി എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ടോം സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ കുടുംബത്തിനും ഒപ്പം തന്നെ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കും ഒക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശങ്ക അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പിന്നീട് പ്രിൻസിപ്പലിനെ അടക്കം ഈ കേസിൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളാണ് CBI പരിശോധിച്ചിരുന്നത്. കാരണം അവിടെ ക്യാൻറ്റീൻ സ്ഥാപിക്കുന്നതിലടക്കം പല കോഴ്സുകൾ അടക്കമുള്ള കാര്യങ്ങളിലടക്കം വലിയ അഴിമതി നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. പക്ഷേ പ്രിൻസിപ്പലിന്റെയും കോളേജ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മരണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് കുടുംബത്തെ അവർ അറിയിക്കാൻ തയ്യാറായത്. അതാണ് കോളേജ് അധികൃതർ, മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പ്രിൻസിപ്പലിനെ അടക്കം ചോദ്യം ചെയ്തതും പിന്നീട് അത് സാമ്പത്തിക അഴിമതി അടക്കമുള്ള കേസുകളിലേക്ക് അറസ്റ്റ് നീണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഏക പ്രതി തന്നെയാണ് സഞ്ജയ് റോയ്. അതാണ് CBIയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിലാണ് വലിയ വിയോജിപ്പ് കുടുംബത്തിനുള്ളത്. പക്ഷേ കുടുംബം ഇപ്പോഴും, ഇന്ന് രാവിലെയും അവർ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ പോലും കുടുംബം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അവർക്കിപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ്. അതായത് ഒറ്റയ്ക്കൊരു പ്രതിക്ക് ഇത്തരമൊരു കൊലപാതകം നടത്താൻ കഴിയുമോ എന്ന സംശയം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസിനകത്തുനിന്ന് ആർക്കെങ്കിലും മറ്റു തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഏതായാലും കുടുംബത്തിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. ഈ വിധിക്ക് ശേഷമുള്ള പ്രതികരണം കുടുംബത്തിന്റെ വന്നിട്ടില്ല. ആ പ്രതികരണം ഏതായാലും നിർണായകമാണ്. സ്വാഭാവികമായും ഒരുപക്ഷെ അവർ ശിക്ഷ എന്ത് എന്ന് രാകേഷ്, ഈ വിധിക്ക് ശേഷം ഈ കുടുംബം നിയമ നടപടിയുമായി മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ പറയുന്ന പോലെ സഞ്ജയ് റോയ് മാത്രമല്ല, കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ട്. ഇയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ? ടോം, തീർച്ചയായും ഈ വിധി എന്തെന്നറിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ കുടുംബത്തിന്റെ മറ്റു നടപടികൾ. ഏതായാലും ഇന്ന് രാവിലെ അവർ പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഏതറ്റം വരെയും പോകും, സുപ്രീം കോടതി വരെ പോകാനും തയ്യാറാണെന്ന പ്രതികരണം അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിധിക്കായി കാത്തിരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. അത് CBI അന്വേഷണത്തിന്റെ കാര്യത്തിലും അവർ പൂർണ്ണ തോതിൽ തൃപ്തി എന്ന നിലയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ ആദ്യം മുതൽ ഉന്നയിക്കുന്ന സംശയമാണ്. കാരണം ഈ അന്വേഷണം നടക്കാൻ, പോലീസ് അന്വേഷണത്തിൽ വലിയ പാളിച്ചകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രതികളിലേക്ക് എത്താത്തത് എന്നൊരു ആരോപണം ആദ്യം മുതൽ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ബംഗാൾ സർക്കാരിനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പ്രിൻസിപ്പലിന് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്.
ഇതിനിടയിലാണ് കുടുംബവും സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പോലും കുടുംബം കരുതുന്നത് അല്ലെങ്കിൽ കുടുംബം വിശ്വസിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല, അന്ന് ചില തെളിവുകളെങ്കിലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് കൂടുതൽ പ്രതികളിലേക്ക് എന്നാണ് കുടുംബം സംശയിക്കുന്നത്. ഏതായാലും നിലവിൽ CBIയും സഞ്ജയ് ഘോഷിനെ മാത്രമാണ് പ്രതി ചേർത്തിരുന്നത്, അയാൾ മാത്രമാണ് പ്രതി എന്ന് CBIയും ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോഴേതായാലും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥ അന്വേഷണമാണ് നടന്നത്, അതിന്റെ തെളിവാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതെന്ന പ്രതികരണം ഇപ്പോൾ ആണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ടോം, കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ER രാഗേഷാണ് വിവരങ്ങൾ.